നമസ്കാരം. 2050 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അത്തരത്തിലുള്ള ചില പട്ടികകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സമ്പത്ത് നോമിനൽ GDP തന്നെ 50 ട്രില്യൺ കടക്കും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പറയാൻ വന്നത് അതല്ല, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം റോഡ് നെറ്റ്വർക്ക് ഉള്ള രാജ്യം ഇന്ത്യയായി മാറിയിരിക്കുകയാണ്. അതായത് അമേരിക്കയേക്കാൾ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ അധികം റോഡുകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഈ കാര്യത്തിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ്. 2010-12 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ റോഡുകളെ കുറിച്ച് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ട്രോളുകൾക്ക് ഇന്ത്യ ഇരയായിട്ടുണ്ട്. ആ രീതിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യ പൊടുന്നനെ ഇപ്പോൾ ഏകദേശം ഒരു 10-16 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം റോഡ് നെറ്റ്വർക്കുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ 67,18,646 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മുഴുവൻ റോഡ് നെറ്റ്വർക്ക് ചേർന്നാൽ ഉണ്ടാകുന്ന തുക. ഇനി അത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ 65,86,610 കിലോമീറ്റർ ആണ് മുഴുവൻ റോഡുകളുടെ ഒരു ദൈർഘ്യം കണക്കാക്കുമ്പോൾ. ഇനി അത് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ചൈനയിൽ 54,90,400 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രസീലാണ്. ബ്രസീൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് റഷ്യ. അങ്ങനെ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള രാജ്യം റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള റഷ്യയേക്കാൾ സാമ്പത്തിക നിലവാരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയെക്കാളും ചൈനയെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്കുള്ള രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമാണ് ഭാരതീയരായിട്ടുള്ള ആൾക്കാർക്ക്. ഭാരതത്തിനെ കുറിച്ച് അഭിമാനബോധത്തോടു കൂടി ചിന്തിക്കുന്ന, സംശയിക്കുന്നവർക്കല്ല, ഭാരതത്തെക്കുറിച്ച് അഭിമാനബോധത്തോടു കൂടി ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇത് വലിയ അഭിമാനമാണ്. മറിച്ച് ഭാരതം യുദ്ധങ്ങളിൽ വിജയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരതം ഏതെങ്കിലും പാരാമീറ്ററുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറുമ്പോഴോ, റാങ്കിങ്ങിലൊക്കെ ഏറ്റവും വലിയ രാജ്യമായി മാറുമ്പോഴോ ഒക്കെ അപ്പോഴൊക്കെ അസൂയ പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നേട്ടമല്ല. രാഷ്ട്രീയമായി, കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സങ്കുചിതമായ അത്തരം ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്. മറിച്ച് ഭാരതത്തെ വളരെയധികം അഭിമാനത്തോടു കൂടി കാണുന്ന ഏതൊരു ഭാരതീയനും ഇത് വലിയ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. കാരണം അത്രയധികം ഇന്ത്യ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ റോഡ് നിലവാരത്തിന്റെ അല്ലെങ്കിൽ റോഡുകളുടെ എണ്ണത്തിന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ 60കളിലോ 70കളിലോ 80കളിലോ ഒക്കെ നമുക്ക് റോഡുകളേ ഇല്ലായിരുന്നു. പലപ്പോഴും സ്റ്റേറ്റും നാഷണൽ ഹൈവേയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റു റോഡുകളെല്ലാം തന്നെ പലതും ടാർ ചെയ്യാത്ത റോഡുകളായിരുന്നു മിക്കതും. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. അമേരിക്കയേക്കാൾ കൂടുതൽ റോഡ് നെറ്റ്വർക്കുള്ള രാജ്യം ഇന്ത്യയായി മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനം തന്നെയാണ് ആ കാര്യം. ഇനി 4 ലൈൻ ഉള്ള റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ 3-ാം സ്ഥാനത്താണുള്ളത്. ആ ഗണത്തിൽ ചൈനയാണ് 1-ാം സ്ഥാനത്തുള്ളത്. 1,99,400 കിലോമീറ്റർ ആണ് ചൈനയിൽ 4 ലൈൻ ഉള്ള റോഡുകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ. 1,20,000 ആണ് അമേരിക്കയിൽ. ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ 48,658 കിലോമീറ്റർ ആണ്. ആ ഗണത്തിലും ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. അതിവേഗമാണ് ഇന്ത്യയുടെ എക്സ്പ്രസ് വേകൾ നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യ ഉടൻ തന്നെ ഈ ഗണത്തിലും ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തും. അടുത്ത ഒരു 4-5 വർഷത്തിനകം തന്നെ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തും. ആ രീതിയിലാണ്, വളരെ ദ്രുതഗതിയിലാണ് ഇന്ത്യയുടെ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ചൈനയെ ഭയന്നുകൊണ്ട് അതിർത്തി റോഡുകൾ നിർമ്മിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഭാരതത്തിന്. അന്ന് ഭാരതത്തെ ഒരു ദുർബലമായ രാജ്യമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ അതിർത്തി ഗതാഗതം, ബോർഡർ റോഡുകളെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിബ്രുഗഡിലൊക്കെ വിമാനം ഇറങ്ങാൻ പോലും, ഒരു എമർജൻസി ലാൻഡിങ്ങിന് പോലും അവസരം കൊടുക്കുന്ന രീതിയിലാണ് അവിടുത്തെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സിലിഗുരി കോറിഡോറും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വളരെ ശക്തമായ റോഡ് സംവിധാനം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സൈക്കിളുകൾ പോലും എത്തിക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതിയെങ്കിൽ ഇന്ന് അവസ്ഥ ഏറെ മാറിയിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായ രീതിയിലാണ് ഇന്ത്യ റോഡ് നിർമ്മാണം വളരെ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നത് എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്.
ഭാരതം ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും തൽപര കക്ഷികൾ എതിർത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള പല ആൾക്കാരും ഭാരതത്തിനെതിരെ ഈ രീതിയിൽ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയക്കാർ പോലും. ഇന്നിപ്പോ ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ വലിയ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നോക്കൂ, ലോകത്തിൽ ഈ ഇത്തരത്തിലുള്ള ഇടനാഴികൾ കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങൾ വളരെ ശക്തമായവർക്ക് സാമ്പത്തിക നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ ട്രേഡ് ചെയ്യുന്ന ഇടനാഴിയായ ഹോർമൂസ് തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതും ബാബൽ മന്ദബിലേക്ക് കൂടി അത് ആ ശക്തി വ്യാപിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു. പക്ഷെ അതൊന്നും വിജയിക്കുവാൻ പോകുന്നില്ല. പനാമയിലേക്ക് ചൈന ലക്ഷ്യം വെക്കുന്നത്. ആ തരത്തിൽ നമ്മുടെ മലാക്ക സ്ട്രീറ്റിലേക്ക് ചൈന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ പോർമുന ഇന്ത്യക്ക് നേരെ തിരിച്ചാൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷയുണ്ടെങ്കിൽ അവിടെ മലാക്ക സ്ട്രീറ്റ് നമ്മൾ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെ ഏകദേശം 40% ട്രേഡ് ബ്ലോക്ക് ചെയ്യാൻ ഭാരതത്തിന് കഴിയും. അങ്ങനെയുള്ള ശക്തമായ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രതിരോധങ്ങളുമായിട്ട് പല ആൾക്കാരും മുന്നോട്ട് വരുന്നത്. അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അതിന് ആക്കം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഭാരതം കുതിക്കുകയാണ്. ഭാരതം ഒരു കാരണവശാലും ഇനി ഇത്തരം കാര്യങ്ങളുടെ ഒന്നും മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇന്ന് CJP അടുത്ത സമയത്ത്, അതായത് പാറ്റ പാർട്ടി വീണ്ടും സമരം പ്രഖ്യാപിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഭാരതത്തിന് ഒരു ഭയവുമില്ല. ഭാരതം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഏതൊരു രാജ്യത്തെ അപേക്ഷിച്ചും, ഉദാഹരണത്തിന് അമേരിക്കയോ ചൈനയോ ഒക്കെ അപേക്ഷിച്ച് ഭാരതം വളരെ ശക്തമായ രീതിയിലാണ് സാമ്പത്തികമായി കുതിക്കുന്നത്. ഭാരതത്തിന്റെ GDP ഇവരെക്കാളൊക്കെ മുകളിലാണ്. 7.7 ആണ് ഭാരതത്തിന്റെ GDP. അത്തരത്തിൽ ആ രീതിയിൽ ഭാരതത്തിന്റെ GDP കുതിക്കുകയാണ്. ഭാരതം സാമ്പത്തികമായി അതിവേഗം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമ്പരന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഭാരതത്തിന്റെ റോഡ് നെറ്റ്വർക്ക്, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ റോഡ് നെറ്റ്വർക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഗതാഗതം മര്യാദയ്ക്കുണ്ടെങ്കിൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. നമ്മൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. റിംഗ് റോഡ്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട റിംഗ് റോഡൊക്കെ നേരത്തെ തന്നെ പരിഷ്കരിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായുള്ള VD സതീശനും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള തർക്കമൊക്കെ മലയാളികൾ നേരിട്ട് കാണുന്നതാണ്. അത്തരത്തിൽ ഭാരതത്തിന്റെ റോഡ് നെറ്റ്വർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഭാരതം അതിവേഗത്തിൽ തന്നെയാണ് റോഡ് നെറ്റ്വർക്ക് പുരോഗമിക്കുന്നത്. 4 ലൈൻ ഉള്ള പാതകളിൽ കൂടിയും ഭാരതം 3-ാം സ്ഥാനത്താണ്. അതായത് ജപ്പാന്റെ ഇരട്ടിയാണ് ഭാരതത്തിന്റെ ആ 4 ലൈൻ റോഡുകളുടെ എണ്ണം കിലോമീറ്റർ കണക്കിലാക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖലയിലും ഭാരതം 1-ാം സ്ഥാനത്തേക്ക് തന്നെയാണ് കുതിക്കുന്നത്. പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2050 ഭാരതം സാമ്പത്തിക ശക്തി എന്ന നിലയിലും 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ചില പട്ടികൾ അവകാശപ്പെടുന്നത് ഏകദേശം 76,906 ട്രില്യൺ ആയിരിക്കും ചൈനയ്ക്ക് തൊട്ടു പിന്നിൽ അമേരിക്ക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ ഇത് അംഗീകരിച്ചിട്ടില്ല. സാമ്പത്തിക വിദഗ്ധർ പലരും പറയുന്നത് ഭാരതം തന്നെയായിരിക്കും 1-ാമത്തേക്ക് എത്തിക്കുന്നതിന് കാരണമുണ്ട്. ചൈനയിൽ ഇപ്പോൾ തന്നെ ഒരു വൃദ്ധന്മാരുടെ ഒരു പോപ്പുലേഷനായി മാറുന്നുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ലേബർ ഫോഴ്സിന്റെ എണ്ണത്തിൽ ചൈന ഭാരതത്തെക്കാൾ വളരെ താഴെയാണ്. ആ ഒരു കാര്യത്തിൽ ഭാരതം മുന്നോട്ട് പോകുന്തോറും ചൈനയ്ക്ക് ഇത് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഭാരതം എന്തായാലും 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ്. അതായത് എല്ലാ തലത്തിലും ഭാരതം 1-ാമതേക്ക് കുതിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.